ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കുകളുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ ഷോറൂമിലാണ്. കണ്ണൂരുള്ള ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ മുകളിലത്തെ സെക്ഷനാണ്. സെക്കൻഡ് ഫ്ലോറാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ നമ്മുടെ കൂടെ ചെയിൻ അതുപോലെ തന്നെ കമ്മൽ ഒക്കെ ഉള്ളതിൻ്റെ ഒരു പ്രത്യേക ഒരു സെക്ഷനാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെ വില അങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞാലും കൂടിയാലും നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുള്ള സംഭവമാണ്, ഒരു ലോഹമാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് നമുക്ക് നാളത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് നാളത്തേക്കുള്ളൊരു സമ്പാദ്യം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ കല്യാണമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. അപ്പം ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ ഷോറൂമാണ് കണ്ണൂർ. അപ്പോൾ ഇവിടെ നിന്ന് ചിത്രീകരിക്കും നമ്മുടെ കുസ്സാക്കളോട് ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ ചെറിയ ചോദ്യമാണ്, ഉത്തരം പറയുന്നവർക്ക് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന സമ്മാനം, കൂടാതെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം. 2 സമ്മാനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആർക്കാണ് ആ സമ്മാനം കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ വിജയെ കണ്ടെത്താനുള്ള യാത്രയിലാണ്. ആരംഭിക്കാം നമുക്ക്. യെസ്, കണ്ണൂർ വിഷൻ. ഓക്കെ, സാറിൻ്റെ പേര്? അബ്ദുൾ മുനീർ. സ്ഥലം എവിടെയാണ്? അഴീക്കോട്. എവിടെ? അഴീക്കോട് പോർട്ട് റോഡ്. ഓക്കെ. ജോലി ഇവിടെയാണോ പുറത്താണോ? നാട്ടിൽ തന്നെ. എന്താ പരിപാടി? ഹോട്ടൽ കച്ചവടം. ഓക്കെ. ഹോട്ടലിന്റെ പേര്? ഫിനൂസ്. എത്ര വർഷം തുടങ്ങിയിട്ട്? 20 വർഷമായി. സാറായിട്ട് തുടങ്ങിയതാണോ അല്ല പാരമ്പര്യമായിട്ടുള്ള തുടങ്ങിയതാണ്? ഓക്കെ. എന്തൊക്കെയാ രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ഹോട്ടൽ? 6 മണിക്ക് രാവിലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് എന്ത് കിട്ടും? ഫുഡ്? കാരപ്പം പൂരി, പൊറോട്ട, പുട്ട്, അങ്ങനത്തെ. ഈ കുറച്ച് മറ്റെന്താ പറയാ, ഈ ചൈനീസ് ഫുഡൊക്കെ നാട്ടാടെ പ്ലൈവുഡ് ക്യാൻറ്റീൻ പോലത്തെ. അപ്പം നാടൻ ഫുഡാണ്. ഓക്കെ, ശരി. മേഡത്തിന്റെ പേര്? സാജിദ. ഓക്കെ. പർച്ചേസ് കഴിഞ്ഞോ? അപ്പൊ എന്താണ് എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ പർച്ചേസിന്? ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ റെഡി. ഞാൻ ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനമുണ്ട്. ചോദ്യമാണ്, നമ്മൾ എല്ലാവരും നല്ല ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഇത് കൂട്ടമായിട്ടും ചെയ്യാം, പക്ഷെ കൂടുതലാളും ഒറ്റയ്ക്കാണ് ചെയ്യാം. ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ആ ചെയ്യുന്നതിൻ്റെ പേരിന് വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂട്ടമായി ചെയ്യാൻ പറ്റും. എന്താണ് ഇത്? കൂടുതലായും ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ പേരിന് വൃത്തം ചേർത്താൽ കൂട്ടമായി മാത്രം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാത്രം ചില ആളുകൾ ചെയ്യുന്നതാണ്. അതിൻ്റെ പേരിന് വൃത്തം ചേർത്താൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് ചെയ്യും. നോ ഐഡിയ. ഓക്കെ സാർ, താങ്ക് യു. യെസ്. അപ്പോൾ നമ്മൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേണ്ട അറിയോ? ഇല്ല. ഓക്കെ. നമ്മൾ ഇനി അടുത്ത ടീമോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത 2 പേരെ പരിചയപ്പെടുകയാണ്. പേരെന്താ? റോസ്ന. ആ, സ്ഥലം എവിടെ? പാപ്പിനിശ്ശേരി. ഏത് പാപ്പിനിശ്ശേരി? പാലത്തിന്റെ അടിയിലുള്ള പാപ്പിനിശ്ശേരിയാണോ പാലം ഇല്ലാത്ത? പാലം കഴിഞ്ഞിട്ടപ്പുറം എന്ന് പറയുമ്പം ഇരണാവ് അങ്ങോട്ടെത്തണം. അത് ശരി. പേര്? ശ്രീജ. എവിടെ സ്ഥലം? കണ്ണാടിപ്പറമ്പ്. ബാലേഷാറിന്റെ വീട്ടിനടുത്താണോ? കാര്യങ്ങളൊക്കെ എങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു? എന്താ പരിപാടി? ഇവിടെ ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എത്ര വർഷമായിട്ട് ഇവിടെ? 9 വർഷമായി. എത്ര മണിക്ക് വരും രാവിലെ? അല്ല, ഇവിടെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പുറമെ. എന്താ ചെയ്യുന്നത് ഇവിടെ? സ്റ്റാഫായിട്ട്. എത്ര വർഷമായിട്ട്? 9 വർഷം. അപ്പൊ ചെമ്മന്നൂരിൽ സ്റ്റാഫായിട്ട് എങ്ങനെ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? പച്ച പിടിച്ച? എന്തായാലും സന്തോഷമാണെന്നുള്ള കാര്യം മുഖത്ത്, നമ്മുടെ സന്തോഷത്തിന് സിമ്പിളാണ് മുഖത്തുണ്ടാകുന്ന ചിരി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ 2 പേരുടെ മുഖത്ത് കാണുന്നത് അതിൻ്റെ അർത്ഥം നമുക്ക് ഹാപ്പി ആണെന്നുള്ളതാണ്. ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും എപ്പോഴും അല്ലേ? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ചെറിയ ചോദ്യം. ചില ആളുകൾ, എല്ലാവരും അല്ലേ, ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ചില ആളുകൾ, എല്ലാവരും എന്ന് പറയുന്നില്ല, ഒറ്റയ്ക്ക് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ കൂട്ടമായിട്ടും ചെയ്യും. ഇത് ചില ആളുകൾ കൂടുതലായിട്ടും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, ചില സന്ദർഭങ്ങളിൽ കൂട്ടമായിട്ടും ചെയ്യും. എന്നാൽ ആ ചെയ്യുന്നതിൻ്റെ പേരിന് വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂട്ടമായേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ എന്താണ്? വോട്ട് ചെയ്യുന്നത്. വോട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, കൂട്ടമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അറിയാം? അറിയില്ല. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ
ഈ ചെയ്യുന്നതിന് വൃത്തം ചേർത്താൽ കൂട്ടമായിട്ട് ചെയ്യുന്നത് അതിൽ നിങ്ങളും ചിലപ്പോൾ പങ്കിട്ടിട്ടുണ്ടാവും. വൃത്തം ചേർത്താൽ രക്ഷയില്ല. വോട്ടല്ല, ഓട്ടം. ഓട്ടം കൂട്ടയോട്ടം. അത് ഈ ഓട്ടം എന്ന് പറയുന്നറിയോ, ഓട്ടം ഒറ്റക്കുണ്ട്, കൂട്ടമായിട്ടുണ്ട്. കൂട്ടയോട്ടം അതാ ഉദ്ദേശിച്ചല്ലേ? അതല്ല. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു. പങ്കെടുത്താൽ പങ്കെടുക്കാൻ പറ്റില്ല, പങ്കെടുക്കാത്താക്ക്. ആ, നമസ്കാരമില്ല. ഓക്കെ, പേരെന്താ? അതിന്റെ ചേച്ചി വീട് നാറാത്ത് ടൗൺ. ടൗണിലല്ല, കാക്കത്തുരുത്തി. ഓക്കെ ശരി. അപ്പം ഇവിടെ എത്ര വർഷമായിട്ട്? 5 വർഷമായിട്ട്. പിന്നെ ഇത് നമ്മുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ? ഓക്കെ. ഇപ്പം സാധാരണ നമ്മള് പിന്നെ മാസത്തില് ഏറ്റവും ചെറിയ എത്ര തുക വെക്കാം? മാസത്തില് 500. ഏറ്റവും ഹൈ എത്രയും വെക്കാം അല്ലേ? അപ്പം ശരിക്കും ഒരു വർഷത്തെ എത്ര ടൈം ഉണ്ടാവുക സ്കീമിന്? ആ സ്കീമിന് 11 മാസത്തെ. 11 മാസം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അത് തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടാമത് സ്കീം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ആ പൈസ കൊടുത്തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, ഞാൻ ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ചെറിയ ചോദ്യമാണേ. ഇവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? മാസത്തിലാണോ? മാസത്തില് ഉണ്ടാവും. ശരി. അതായത് ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഒരു പ്രവൃത്തിയാണ്. ചില സന്ദർഭങ്ങളിൽ കൂട്ടമായിട്ട് ചെയ്യും, അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം. കൂടുതലായിട്ടും എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിന് 0 വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂട്ടമായി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന്റെ കൂട്ടമായി മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. എങ്കിൽ എന്തെന്നാണ്? നൃത്തം. താത്തൈ ഒറ്റയ്ക്ക് ചെയ്യാം, ഗ്രൂപ്പ് ഡാൻസ് ചെയ്യാം, നൃത്തം അല്ലേ? എന്താ പേര്? അനിതേച്ചി. കറക്റ്റായ നിങ്ങൾക്ക് നിങ്ങളിതാ പറഞ്ഞേ. അല്ല, നമ്മളിപ്പോ ഒന്ന് പറഞ്ഞു എന്താ ചെയ്യാ? കറക്റ്റായ തെറ്റായ ഉത്തരവാണ്. ഈ കറക്റ്റാന്ന് പറയുമ്പോൾ ഞാനത് ഉദ്ദേശിച്ചത് തെറ്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പം നമസ്കാരം. അറിയില്ല, നമുക്ക് പരിചയപ്പെടാം. പേര് വിനോദ് ഭായി. എവിടെ സ്ഥലം? മതുക്കോത്ത് എന്ന് പറയുമ്പം വലിയന്നൂരിന് അപ്പുറം. ഈ മതുക്കോത്തിന്റെ അപ്പുറമുള്ള സ്റ്റോപ്പ് ഏതാ? വട്ടപ്പോയിലിനും ഏച്ചൂര് കഴിഞ്ഞാൽ കുടിക്കോട്ട, കാഞ്ഞിരോട്, അങ്ങനെ ശരി. അപ്പൊ ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്? ചെമ്മന്നൂരിൽ 6 വർഷം. ആദ്യം ഉണ്ടായിരുന്നു ജോലി? കല്ലിന്റെ പണിയാണ്. ഇപ്പം ഇത് തന്നെയാണ് ഹാപ്പിയാണ്. നല്ല കാര്യം. അപ്പൊ ചെറിയ ചോദ്യമാണ്, ഇപ്പം ചോദിച്ച ചോദ്യം തന്നെയാണ്. അല്ല, ഞാൻ അതാണ് ഒരു ക്ലൂ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ഒരു പിന്നെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിങ്ങൾ പിന്നെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഉണ്ടാവാറുണ്ട്. ഓക്കെ, യെസ്. ജസ്റ്റ് ഞാൻ അതിലേക്ക് ഒന്ന് പോയെന്നേ ഉള്ളൂ. ചില ആളുകൾ കൂടുതലായിട്ടും ഇതെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയല്ല, അപൂർവം ചില ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. വീണ്ടും ഞാൻ ക്ലൂ കൊടുക്കുകയാണ്. ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ചില ആളുകൾ, കൂടുതലായിട്ടും മിക്ക ആൾക്കാരും ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ പേരിന് വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂട്ടമായി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലെന്താ? ഞാൻ കിട്ടിയില്ല. ഓക്കെ, കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൂ തരും. ഓക്കെ, സാറിന്റെ പേര്? എൻ്റെ പേര് ജോൺസൺ. എന്ത് ജോൺസൺ ആണ്? ജോൺസൺ ബി സി. കാഞ്ഞങ്ങാട് എവിടെ? നീലേശ്വരം മാർക്കറ്റ് റോഡാണോ അല്ലെങ്കിൽ? അല്ല, കിഴക്കോട്ട്. ഓക്കെ. അപ്പം ചെമ്മന്നൂരിലാണ് വർക്ക് ചെയ്യുന്നത്? അതെ. എത്ര വർഷമായിട്ട്? 15 വർഷം. കാഞ്ഞങ്ങാട്, ചെമ്മന്നൂർ, തലശ്ശേരി, ചെമ്മന്നൂർ. അപ്പം അതായത് പിന്നെ തലശ്ശേരി, അതിനുശേഷമാണ് കണ്ണൂര്, ചെമ്മന്നൂർ തുടങ്ങി, അതിനുശേഷമാണ് കാഞ്ഞങ്ങാട് സ്റ്റാർട്ട്. അപ്പൊ ഇതിൽ 3 പിന്നെ സ്ഥലമായിട്ട് ബന്ധമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന എവിടെയുള്ള ജ്വല്ലറിക്കാണ്? ഇപ്പൊ നിലവിൽ കണ്ണൂരാണ്. ക്ലൈന്റ് കൂടുതലും കണ്ണൂരാണ്. കണ്ണൂരാണ്. ശരി. അപ്പം ഡെയിലി പോയിട്ട് വരും അങ്ങനെ? ഇല്ലില്ല, വീക്കിലി അങ്ങോട്ട് വരും. സാറിന്റെ പേര്? മൂസക്ക. CID മൂസ. മൂസക്ക സ്ഥലം എവിടെയാ? മാങ്കടവ്. ഇറക്കത്തിനാണോ? മാങ്കടവ് തന്നെ. ഓക്കെ. ചേട്ടൻ എന്താ ജോലി? ഞാൻ കെൽട്രോണിൽ വർക്ക് ചെയ്തായി. റിട്ടയർഡ് ആയിട്ട് എത്രയായി? 6 വർഷം. വരാറുണ്ട്? ഇല്ല. ആരുണ്ടോ? ഓക്കെ.
ചോദ്യം. അപ്പം ഇവിടെ മീറ്റിംഗ് ഉണ്ടാകാറുണ്ട് ഉണ്ട് അല്ലേ? ഉണ്ട്. അത് കാഞ്ഞങ്ങാട് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഉണ്ടാവും, അതെ. തലശ്ശേരിയിലുണ്ടാവും, കണ്ണൂരുണ്ടാവും, ലോകത്ത് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി എവിടേക്കുണ്ടോ അവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ടാവും. കാരണം ഓരോ മാസത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വെക്കും. തീർച്ചയായിട്ടും. ചേട്ടൻ കെൽട്രോൾ പണിയെടുക്കുന്ന സമയത്ത് ആ. അവിടെയും മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് അല്ലേ? മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ പോരായ്മകളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇത് ഉത്തരത്തേക്ക് എത്താനുള്ള ചെറിയൊരു സംഭവം ഞാൻ ഇട്ടുകൊടുത്തതാണ്. ഓക്കെ, ഇനി പറയാം. ചില ആളുകൾ ഇത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണം കിട്ടുന്നൊരു പ്രവൃത്തിയാണ്. ചില ആളുകൾ കൂടുതലായും ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തി. ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ കൂട്ടമായിട്ടൊക്കെ ഈ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണാം, ചില അപൂർവം ഘട്ടങ്ങളിൽ. ചോദ്യമാണ്, ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആരോഗ്യത്തിന് കൂടുതൽ ഒരുപാട് ഗുണം കിട്ടുന്ന സംഭവമാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിന് വൃത്തം, അവസാനം ഒരു വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൂട്ടമായിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ കൂട്ടമായി മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ ആ പ്രവൃത്തി. അവിടെ കിട്ടി. അത് പ്രവൃത്തിയാണോ? അത് പ്രവൃത്തിയല്ല, അത് കൂട്ടമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രവൃത്തി നടക്കത്തുള്ളൂ. അയൽക്കൂട്ടം. കമ്പ്യൂട്ടർ. എന്ത് കമ്പ്യൂട്ടർ? അയൽക്കൂട്ടം അല്ല, തെറ്റ്. കൂടിയിട്ട് ഉണ്ടോ? അതായത് ചില ആളുകൾ അത് കൂടുതലായിട്ട് ഒറ്റയ്ക്ക് ചെയ്യും. നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന സംഭവമാണ്, ഒറ്റയ്ക്കാ ചെയ്യാറ്. പക്ഷെ അതിന്റെ പേരിന്റെ അവസാനം വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. ഓട്ടം അല്ല, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അല്ല, അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇല്ല. അപ്പൊ നമ്മൾ ആരോ ഒരാൾ ഉത്തരം അറിയാന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞ ഒന്ന് നോക്കാം. എഴുന്നേറ്റേക്കൂ. രണ്ടുപേരും എഴുന്നേറ്റേക്കൂ. ഒരുമിച്ച് നിൽക്കൂ. അടുത്തോട്ട് നിൽക്കൂ. നമ്മള് ഈ പടിക്കലെത്തി കല കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതെ, നമ്മൾ വീട്ടിനടുത്ത് വരെ ചുമന്നു കൊണ്ടിരും, ആടെ എത്തുമ്പോൾ ഹൈ പൊളിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ചില അവസ്ഥ. അപ്പം ഞാൻ ക്ലൂ കൊടുത്തു. ആദ്യം പറഞ്ഞു ഇവിടെ മീറ്റിംഗ് വെക്കാറുണ്ടോ ചോദിക്കുന്നുണ്ട്. മീറ്റിംഗ് വെക്കാറുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് ചെമ്മന്നൂരിൻ്റെ എല്ലാ ഷോറൂമിലും വെക്കാറുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാനതൊരു ക്ലൂ കൊടുത്താണ്, ഉത്തരം പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവിടെ നിന്നൊരു സഹോദരി എന്നൊരു ആക്ഷൻ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഇപ്പം ഞാൻ ക്ലൂ കൊടുത്തില്ല. ഇവിടെ പഞ്ചപട പേര് അനു, സ്ഥലം കണ്ണപുരം. കെ കണ്ണപുരം അല്ല, ഈ കെ കണ്ണപുരം എന്താണത്? കല്യാശ്ശേരി കണ്ണപുരം. പിന്നെ വെറും കണ്ണപുരം. ഓക്കെ, ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? 6 വർഷമായി. ഓക്കെ, പേര് ജിഷ. സ്ഥലം കൂത്തുപറമ്പിൽ. എവിടെയാ? പഴയ. എത്ര വർഷമായി ഇവിടെ? 8 മാസമായിട്ട്. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഉത്തരം കിട്ടിയോ? അല്ല, ഇതെങ്ങനെ കിട്ടി? ക്ലൂല് കിട്ടി. ഈ ഞാൻ പറഞ്ഞ ചോദ്യമാണ്, ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിന്റെ പേരിന് വൃത്തം ചേർത്താൽ ഇത് കുറെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാറുണ്ടോ? ചിലപ്പോ ചെയ്തിട്ടില്ല. അത് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പഠിക്കണം. ഇവിടെ പഠിച്ചിട്ടുണ്ട്, ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചെയ്യും. എന്തായാലും ഇത് ചെയ്യുന്നത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ള സംഭവമാണ്. ഇനി ഉത്തരത്തിലേക്ക് പോകാൻ വേണ്ടി പോകണം. ചോദ്യമാണ്, ചില ആളുകൾ കൂടുതലായും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, ചില സന്ദർഭങ്ങളിൽ കൂട്ടമായിട്ടും ചെയ്യും. പക്ഷെ കൂടുതലായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിന് വൃത്തം ചേർത്താൽ ഇത് കൂട്ടമായി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. എങ്കിലെന്താണ് ഉത്തരം? യോഗം. എന്താണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? യോഗ. മുകളിലേക്ക് വിടുക, അതേപോലെ ചെറുങ്ങനെ സ്പീഡ് കുറച്ച് താഴേക്ക് വിടുക. അതായത് യോഗയാണ്. യോഗ എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യോഗ ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനം വൃത്തം ചേർത്താൽ യോഗം. അത് യോഗം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. അത് നമുക്ക് കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മീറ്റിംഗ് കൂടാറുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. ഉത്തരം യോഗം. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ഒരു യോഗം. അപ്പോൾ എന്തായാലും നമ്മുടെ ഉത്തരം പറഞ്ഞ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാണ്. യെസ്. അപ്പോൾ ആരാ കണ്ടുപിടിച്ച ആളാരാ? രണ്ടുപേരും നിന്നോ? ഓക്കെ. നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നോക്കുന്ന സമ്മാനം പിടിച്ചോ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വീതിച്ചെടുക്കാം, കുഴപ്പമില്ല. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന, കണ്ണൂർ ഷോറൂം നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ ഓക്കെ. അപ്പം എന്താ ടീച്ചറെ? ഡാൻസ്, നൃത്തം,
യോഗ എന്ന് പറഞ്ഞില്ല. യോഗ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് സമയം പോയി ഓക്കെ. എന്നാൽ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ക്രിസ്മസ് ആശംസകൾ. അതുപോലെ തന്നെ ഒരുപാട് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട പുതുവർഷം കൂടി ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.